ഒരുപാട് കാലം മുമ്പ് ഫോണിലുള്ള ഒരു സംഭവം, എന്നാൽ അറിയാത്തത് കൊണ്ട് പലരും ഉപയോഗിക്കാത്ത വളരെ ഉപകാരമുള്ള ഒരു ട്രിക്ക്. ഇന്നത്തെ വീഡിയോയിൽ അതാണ് എന്താ സംഗതി എന്ന് വിചാരിക്കേണ്ട. ആദ്യം ഞാനൊരു സംഗതി കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ചാറ്റ് എടുത്ത് അതിൽ കുറച്ച് ടെക്സ്റ്റുകളുണ്ട്. ഹിന്ദിയിലുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹിന്ദിയിലുള്ള ഈ ടെക്സ്റ്റ് ഞാനൊന്ന് കോപ്പി ചെയ്യാം. അത് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് മേലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് അത് കോപ്പി ചെയ്തതിന് ശേഷം ഈ സൈഡിലുള്ള ഒരു ഐക്കൺ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ആ കോപ്പി ചെയ്തതിന്റെ മലയാളം ഇവിടെ വന്നു. അതായത് ആ ഹിന്ദിന്റെ മലയാളം ഇവിടെ വന്ന്. ഇനി പോട്ടെ, അവിടെ നിന്ന് നേരെ ഞാൻ തിരിച്ചു വന്നിട്ട് ആ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാന്ന്. കോപ്പി ചെയ്തിട്ട് അതും ഞാൻ ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേരെ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് വന്ന്, അതായത് ഹിന്ദി മലയാളത്തിലേക്ക് വന്ന്, ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് വന്ന്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഭാഷ അറിയില്ല, ഇടക്കിടക്ക് പോയി ഭാഷ മാറ്റണ്ട, ഒന്നും ചെയ്യണ്ട. ഇത് നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ ഏത് ഭാഷയും മലയാളത്തിലേക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുന്നേരം, ഫേസ്ബുക്കിൽ നിന്ന് പോസ്റ്റ് കാണുന്നേരമൊക്കെ പല ഭാഷയിലും നമുക്ക് കിട്ടും. കമന്റുകളായിട്ടും പോസ്റ്റുകളായിട്ടും ഒക്കെ പല ഭാഷയിലും കിട്ടും. ഇതൊന്നും നമുക്ക് അറിയാത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തിട്ട് ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതെങ്ങനെ ചെയ്യേണ്ടേ? അതിന് നിങ്ങളെ ഫോണിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ടാവും. അഥവാ നിങ്ങളെ ഫോണിൽ ഇല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ കുറെ ലാംഗ്വേജുകളൊക്കെ ഉണ്ടാവും. ഇതിൽ ആദ്യം നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ലാംഗ്വേജ് എടുക്കുക. ഫസ്റ്റ് ലാംഗ്വേജ് എടുത്തിട്ട് അത് ഏറ്റവും മേലെ ഡിറ്റക്റ്റഡ് ലാംഗ്വേജ് ഉണ്ടാവും, അതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഡിറ്റക്റ്റഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഏത് ലാംഗ്വേജ് ആണോ, ഏത് ഭാഷയിലുള്ള ടെക്സ്റ്റ് ആണോ നമ്മളെടുത്തുള്ളത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡിറ്റക്ട് ചെയ്തോളൂ. അങ്ങനെയാണ് നമ്മൾ ഭാഷ മാറ്റാത്ത ഒരു പ്രശ്നം വരുന്നത്. രണ്ടാമത്തെ ലാംഗ്വേജ് മലയാളം. എനിക്ക് മലയാളം വേണ്ടത്, നിങ്ങൾക്ക് ഏത് ഭാഷയാണോ വേണ്ടത്, അതായത് ഏത് ഭാഷയിലേക്കാണോ വേണ്ടത് ആ ഭാഷ സെലക്ട് ചെയ്തിരിക്കുക. അതിനുശേഷം മേലെ ഈ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് താഴെ സെറ്റിംഗ്സ് ഉണ്ടാവും. ഈ സെറ്റിംഗ്സ് എടുത്തിട്ട് അതിൽ ഏറ്റവും മേലെ ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ 3 ബട്ടൺ ഉണ്ടാവും. ഈ 3 ബട്ടണും ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. ഈ രണ്ടാമത്തെ ബട്ടൺ ഷോ ഫ്ലോട്ടിംഗ് ഐക്കണുള്ള ഈ ബട്ടൺ ഓൺ ആക്കുന്ന നേരം ഓവർ അതർ ആപ്പ് എന്നുള്ള ഒരു പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടി വരും സെറ്റിംഗ്സിന്. അത് അവിടെ തന്നെ കാണിക്കുന്നത് എനേബിൾ ചെയ്ത് കൊടുക്കുക. തിരിഞ്ഞിരിക്കുക. സംഭവം വളരെ ഉപകാരമുള്ളതാണ്. പല ഭാഷയിലുള്ള പോസ്റ്റുകൾ വായിക്കുന്ന ആൾക്കാർക്ക്, ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക്, ഗൂഗിൾ സെർച്ച് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകാരമുള്ളതാണ്. ഉപയോഗിച്ചിട്ട് എൻജോയ് ചെയ്യുക. ഇത് പണ്ടേ ഉള്ളതാട്ടോ, ഇപ്പോൾ ഉള്ളതൊന്നല്ല. പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഇത് അറിയില്ല ഉപകാരമുള്ളതാണ് എന്നതുകൊണ്ടാണ് വീണ്ടും വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഉപകാരമാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുത്തേക്ക്. നമുക്ക് ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തസ്മാപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.